ഹായ് അമ്മ. ആഹാ എത്തിയല്ലോ. വിശക്കുന്നില്ലേടാ? ചോറ് എടുക്കട്ടെ? ഇല്ല അമ്മ, ഞാൻ അൽഫീദ കത്തിരുന്നു. ഓ, ഈ 17th എന്റെ ഗ്രാജുവേഷൻ ഡേ. എത്ര വേഗമാ സമയം പോയേ. കൺഗ്രാറ്റുലേഷൻസ്. ഗ്രാജുവേഷൻ ആയിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചു തരാം അമ്മ. എന്തുവാണ് നിനക്ക് വേണ്ട ഗിഫ്റ്റ്? ഈ അറ്റ്ലീസ്റ്റ് ഒരു 25 lakh ഇല്ല കാർ മേടിച്ചു തരാം. എന്റെ ഫ്രണ്ട്സിന് അത്രയുണ്ട്. പ്ലീസ്. ഈ കാർ കേൾക്കുന്നുണ്ടോ? ശല്യം സഹിക്ക വയ്യാതെ അപ്പൻ മകനെ കുത്തിക്കൊന്നു. കഷ്ടപ്പാവം അപ്പൻ. ആ ശരി എന്നാ. നീ അങ്ങ് ദൈവം അനുകൂലമാണ് മോനെ. I'm very proud of you. Let that be. Where's my gift? You know what I want. നീ പേടിക്കാനാണ്. എല്ലാം അപ്പം റെഡിയാക്കിയിട്ടുണ്ട്. ഇടി ജോളിയേ, ആ ഗിഫ്റ്റ് എടുത്താട്ടെ. വെന്നുവെച്ചായ Thank you appa. Did Audi. നീ നോക്ക്. Bible, this is not what I wanted. You know what I wanted. നീ ഒന്ന് തുറന്നു നോക്കണം മോനെ. ഞാൻ ഗ്യാരണ്ടി നീ ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല. നോക്ക് നീ. Stop it, appa. You knew what I wanted. I asked for a car. You give me a Bible. You're always like this. I'm leaving. ഹലോ മാഡം, നിങ്ങൾ സ്റ്റീഫൻ്റെ വൈഫല്ലേ? അല്ലല്ലോ. ഞാൻ ഇൻസ്പെക്ടർ ബിജു. നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റ് പറ്റി ഇപ്പോൾ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്കത് കേസ് അവർക്ക് ക്ലോസ് ചെയ്യാൻ സമയമായി. ഓക്കെ, അപ്പോൾ ഞാൻ കോൾ ബാക്ക്. ഓക്കെ. സാറേ ഞാൻ സ്റ്റീഫൻ ചാൻ്റെ വൈഫ്. എന്ത് പറ്റി സ്റ്റീഫൻ ചാൻ? എന്ത് പറ്റി? സ്റ്റീഫൻ്റെ സ്പൈനൽ കോൺ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയ്യോ, ആരൊക്കെ എന്ത് പറ്റി? അരയ്ക്ക് കീഴോട്ട് സ്വാധീനക്കുറവുണ്ട്. ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഡോക്ടർ, മേ ഐ കം ഇൻ? Yeah, please come. Please sit. ഡോക്ടർ ഞാൻ സ്റ്റീഫൻ ചാൻ്റെ വൈഫാണ്. ഡോക്ടർ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഡോക്ടർ. സ്റ്റീഫൻ ചാൻ നടക്കാൻ പറ്റുമോ ഡോക്ടർ? I understand what you're going through. We tried our level best, but sorry to say, you won't be able to walk. അങ്ങനെ പറയല്ലോ ഡോക്ടർ. Let's wait, let's see. But then let God bless His miracle. അറിയാമോ, ഞാൻ ഒരു കാറിന് വേണ്ടി എൻ്റെ അപ്പൻ്റെ വീട് വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിൽ വിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം എൻ്റെ അവസ്ഥ സാരമില്ല, പോട്ടെ. വിഷമിക്കണ്ട അച്ഛാ. എന്താ ചെയ്യുക? വിഷമിക്കണ്ട അച്ഛാ. ഇപ്പൊ എനിക്ക് ഓർമ്മ വരണമാണ്. എൻ്റെ അപ്പൻ എനിക്കൊരു ബൈബിൾ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് എടുത്തോണ്ട് വരാമോ? എൻ്റെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഒന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശരി എവിടെയോ വെച്ചായിരുന്നല്ലോ.
കിട്ടിയ ഇത് അപ്പാ തുറന്നു നോക്കണം മോനെ. ഞാൻ ഗ്യാരണ്ടി നീ ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല. നോക്ക് നീ. Stop it, Appa. You knew what I wanted. I asked for a car, you gave me a Bible. You're always like this. I'm leaving. ബെല്ലടിച്ചോ ഞാൻ നോക്കിയിട്ട് വരട്ടെ. മോനെ സ്റ്റീവാ. അപ്പാ പാപ്പാ അപ്പാ എന്നെ ക്ഷമിക്കണം അപ്പാ. അപ്പാ നീ എന്തിനാണ് കരയുന്നത്? ഞാനില്ലയോ? ക്ഷമിക്കണം അപ്പാ. പശ്ചാത്താപം എപ്പോഴും നവീകരണത്തിലും ശുദ്ധീകരണത്തിലും മാറ്റത്തിലും പ്രതിഫലം നൽകുന്നു. മാനസാന്തരം മനസാക്ഷിയെ കുറ്റബോധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. മാനസാന്തരം സമാധാനം നൽകുന്നു. മാനസാന്തരം സന്തോഷം നൽകുന്നു. ദൂർത്തനായ പുത്രൻ തന്റെ പിതാവുമായുള്ള ബന്ധം പുതുക്കുന്നത് അനുഭവിച്ചതുപോലെ നാമും അനുദപിച്ച് ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ നമുക്കും ക്ഷമയും നവോന്മേഷവും കണ്ടെത്താനാകും.